മാപ്സ്റ്റിക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് സൂര്യ ജയൻ. വയസ്സ് എത്രയായി എന്ന് പറയുന്ന മൂവിയിലെ രണ്ട് കഥാപാത്രങ്ങൾ എന്നെ കൂടെ ഉള്ളത് പ്രദീപ് ഏട്ടനും സരിക ചേച്ചിയും. ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂവി? മൂവി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു ഒരു നാട്ടുംപുറം ബേസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഒരു ഒരു ഗ്രാമത്തിന്റെ ഒരു കഥ പറയുന്നത്, അതായത് വടകരയുടെ ഒരു സ്ലാങ് ഒക്കെയാണ് ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചത്. മെയ്ഡ് ഇൻ വടകര. രണ്ടുപേരും കൊയിലാണ്ടിക്കാരാണ്, കോഴിക്കോട് കൊയിലാണ്ടിക്കാരാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഈസിയായിരുന്നു. അത് ചിത്രശേഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്ലാങ്ങിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ലൊക്കേഷനിൽ നിന്നായിരുന്നു. അപ്പോൾ എല്ലാവരും ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അടിപൊളി ആയതുകൊണ്ടാവണം. പ്രൊമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാവരും നല്ല എന്താ പറയുക ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു മൂവി ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ ഇമ്പാക്റ്റ് എന്താണെന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പം പണ്ടൊക്കെ ആയിരുന്നു ഈ ഭയങ്കരമായിട്ട് സിനിമാറ്റിക് ആണ് സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളവർ അല്ലെങ്കിൽ നല്ല ഓർണമെന്റ്സ് അല്ലെങ്കിൽ ഭയങ്കര സ്റ്റാർട്ടമുള്ള എന്നുള്ളൊരു രീതിയിൽ. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ കുറച്ചു കാലമായിട്ട് എത്രത്തോളം നാച്ചുറൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും സാധാരണക്കാരുടെ ഒരു ഒക്കെ നാട്ടുംപുറം തമാശകളും നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന തമാശകൾ, അല്ലാതെ ഒരുപാട് പടം കണ്ട് വീട്ടിൽ പോയിരുന്ന കുറെ ആലോചിച്ച് അതിനൊന്നും ആവശ്യമില്ല. സിമ്പിളാണ്. അപ്പൊ ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ആവുന്ന തമാശകളൊക്കെയാണ് ഈ സിനിമയുള്ളത്. ഫണ്ണാണ് ഈ സിനിമ. അത് ഫണ്ണാണെന്ന് ഞാൻ അറിയാം, എന്റർടൈൻമെന്റ് ആണ്. നമുക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രല്ല, ഷിജുചേട്ടന്റെ അച്ഛമ്മ ഇതില് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അച്ഛമ്മയുടെ കൂടെയുള്ള ഒരു സീൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛമ്മേന്റെ ഒരു കോമഡി എന്താ വെച്ചാല് എന്നെ ഇതിലൊരു കമന്റ് അടിക്കുന്നുണ്ട് അച്ഛമ്മ. അത് വേറെ ആര് പറഞ്ഞാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പേഴ്സണലി ദേഷ്യം വന്നേനെ. ഒരു ഡയലോഗ് ചിലപ്പോ കച്ചറ ഉണ്ടാക്കിയതേ കാരണം. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ പ്രത്യേകം പറയാറുണ്ട് എനിക്ക് അങ്ങനത്തെ ഡയലോഗ് ഒന്നും എല്ലാവരും കമന്റ് ചെയ്യുന്നത്, അപ്പൊ എനിക്ക് ഭയങ്കര ഇതാന്നൊക്കെ. പക്ഷെ ഞാൻ നോക്കിയപ്പോ അച്ഛമ്മ എനിക്കെതിരെ ഗംഭീരൊരു കമന്റ് ഈ സിനിമയിൽ അടിച്ചിട്ടുണ്ട്. ഞാൻ സത്യം അയ്യോ എനിക്കങ്ങ് ചിരി വന്നത്. നമുക്ക് അതൊരിക്കലും ഒരു വൾഗാരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ അതൊരു അജിയായിട്ടും തോന്നൂല. പെണ്ണുങ്ങൾക്ക് ആയാൽ പോലും അച്ഛമ്മന്റെ ഒരു എൻട്രി സീൻ ഉണ്ട്. അച്ഛമ്മ ഒരു പാലിന്റെ കുപ്പിയായിട്ട് ഇടവഴി കൂടെ നടന്നു വന്നിട്ട് ഫസ്റ്റ് ഡയലോഗ് ഞാൻ കണ്ടപ്പോ ചിരിച്ചു കേട്ടോ. അത് ട്രെയിലറിലൊന്നും വന്നില്ല, നമ്മൾ ആദ്യം റിവീൽ ചെയ്യാം. അച്ഛമ്മ ഇടവഴി കൂടെ നടന്നു, അല്ല എന്താ നേരം വൈകുന്നൊക്കെ, പഴയ വണ്ടിയല്ലേ മോനെ നോക്കുന്നത്. ആ ഭാഷേന്റെ ഒരു പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നമ്മൾ വയസ്സ് എത്രയെന്ന് ചോദിക്കുമ്പോ ചില ആൾക്കാർക്കൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ തന്നെയാണ്. വയസ്സ് പറയുന്നത് എനിക്ക് ആദ്യം ഒറ്റ മടിയില്ലായിരുന്നു. പക്ഷെ 30ന്റെ മേലെയാണ് കേറിയപ്പോ പിന്നെ എന്നെ കൊന്നാലും ഞാൻ പറയും 30 സംതിങ് ആണ്. അതിന്റെ മേലെ ഞാൻ പിന്നെ പറയില്ല. അതിനൊരു 48 ഞാൻ 30 കിടന്നു. അതുകൊണ്ട് തന്നെ ഈ മൂവി പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പൊ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പെൺപിള്ളേരെ കിട്ടുന്നില്ല എന്ന് പറയുന്നത് സത്യമാണോ? അത് തന്നെയല്ലേ മൂവിയിലുള്ളത്? അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അതന്നെ. പിന്നെ ഈ നമ്മളെ മലബാർ ഭാഗങ്ങളിലേക്ക് കൂടുതലായിട്ട് ഈ കല്യാണം കഴിക്കാൻ പറ്റാത്ത, അതായത് പെണ്ണ് കിട്ടാത്ത ആൺകുട്ടികൾ ഈ കുടക് പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുന്ന് പെണ്ണിനെ നമ്മൾ വാങ്ങും. മീൻസ് ഇത്ര പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് നോർമൽ നന്നായിട്ട് ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതുമൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്.